20 ദിവസം മുൻപാണ് നടി അരുന്ധതിക്ക് ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേൽക്കുന്നത്. ചികിത്സയിൽ കഴിയുന്ന അരുന്ധതിയുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. നിലവിൽ അരുന്ധതി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. കരിയറിലൊന്ന് ശോഭിച്ചു തുടങ്ങവെയാണ് കോവളം ബൈപ്പാസിൽ വെച്ച് അരുന്ധതി അപകടത്തിൽപ്പെടുന്നത്. ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള ഷൂട്ടിങ്ങിന് ശേഷം സഹോദരനൊപ്പം ബൈക്കിൽ മടങ്ങവേ രാത്രിയിലായിരുന്നു അപകടമുണ്ടായത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ അരുന്ധതിയെ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നാലെ ആരോഗ്യനില കൂടുതൽ വഷളായതിനെ തുടർന്നാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. അരുന്ധതിയുടെ തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. വാരിയെല്ലുകൾക്കും ഗുരുതരമായ ക്ഷതം സംഭവിച്ചു. അരുന്ധതിയെ ഇടിച്ച വാഹനം നിർത്താതെ പോയെന്നും പരിക്കേറ്റ അരുന്ധതിയും സഹോദരനും 1 മണിക്കൂറോളം റോഡിൽ കിടന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. 1 മണിക്കൂറിന് ശേഷമാണ് അരുന്ധതിയെ ആരുടെയൊക്കെയോ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചത്. വെന്റിലേറ്ററിൽ കഴിയുന്ന അരുന്ധതിയുടെ ചികിത്സയ്ക്കായി ലക്ഷങ്ങളാണ് ദിവസവും വേണ്ടത്. മലയാളം മിനി സ്ക്രീനിലെയും ബിഗ് സ്ക്രീനിലെയും ഒക്കെ താരങ്ങൾ അരുന്ധതിക്ക് സഹായം തേടിയുള്ള പോസ്റ്റുകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. കുടുംബത്തിന് നടിയുടെ ആശുപത്രി ചെലവുകൾ താങ്ങാവുന്നതിനും അപ്പുറമാണെന്നാണ് പറയുന്നത്. ഇപ്പോഴിതാ അരുന്ധതിയുടെ അവസ്ഥയും ചികിത്സയ്ക്ക് ആവശ്യമായ ഭീമമായ തുകയെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ച് നടിയുടെ കുടുംബം തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു ദിവസം ഏകദേശം 2 ലക്ഷം രൂപയോളമാണ് അരുന്ധതിയുടെ ചികിത്സയ്ക്കായി ചിലവ് വരുന്നത്. ഇതിനോടകം 40 ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ട്. അരുന്ധതിയുടെ അച്ഛൻ വെറും ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അതുകൊണ്ട് തന്നെ അരുന്ധതിയുടെ ചികിത്സയ്ക്ക് വേണ്ട പണം കണ്ടെത്താൻ കുടുംബത്തിന് കഴിയുന്നുമില്ല. എത്ര ദുരിതം അനുഭവിച്ചാലും മകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. മകളുടെ ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം തേടുകയാണ് ഇപ്പോൾ കുടുംബം. ഇപ്പോൾ തന്നെ 40 ലക്ഷത്തോളം രൂപ ചെലവായി എന്നും അരുന്ധതിക്ക് ഇൻഷുറൻസ് ഇല്ലാതെ വന്നതാണ് പ്രശ്നമായതെന്നും അച്ഛനൊരു സെക്യൂരിറ്റി ജീവനക്കാരനാണെന്നും സഹോദരി ആരതി പറയുന്നുണ്ട്. അരുന്ധതിയും കുടുംബവും താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. വീട്ടിലെ കാര്യങ്ങളും അന്നന്നത്തെ കാര്യങ്ങളും ചെയ്യാനുള്ള വരുമാനം മാത്രമേ കുടുംബത്തിനുണ്ടായിരുന്നുള്ളൂ. ഇനി എന്തെങ്കിലും വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള കണ്ടീഷനിലല്ല കുടുംബമെന്നാണ് അരുന്ധതിയുടെ സഹോദരി ആരതി പറയുന്നത്. അരുന്ധതിയുടെ എല്ലാ പ്രതീക്ഷയും സിനിമയിലും അഭിനയത്തിലുമായിരുന്നു. അതാണ് ഈ അപകടത്തോടെ ഇല്ലാതെയായത്. കുടുംബത്തിന്റെ പ്രതീക്ഷയും അരുന്ധതിയായിരുന്നു. 90 ദിവസമെങ്കിലും കഴിയാതെ അരുന്ധതിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഒന്നും പറയാനാകില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതേസമയം 2014 മുതൽ തെന്നിന്ത്യൻ സിനിമയിൽ സജീവമായി നിൽക്കുന്ന താരമായിരുന്നു അരുന്ധതി നായർ. മലയാളം, തമിഴ് സിനിമകളിലാണ് അരുന്ധതി ഏറെയും അഭിനയിച്ചിട്ടുള്ളത്. തമിഴിൽ നിരവധി സിനിമകൾ ചെയ്ത ശേഷമാണ് 2018 പുറത്തിറങ്ങിയ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരുന്ധതി അരങ്ങേറ്റം നടത്തിയത്. അഭിനയ രംഗത്തേക്ക് അരങ്ങേറാൻ അരുന്ധതിക്ക് വഴിതെളിച്ചത് തമിഴ് സിനിമകളായിരുന്നു. വിജയ് ആന്റണി ചിത്രം സൈതാനിലെ നായികയായിരുന്നു അരുന്ധതി. തമിഴ് സിനിമകളിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ അവതരിപ്പിച്ചു വരവെയാണ് മലയാളത്തിലേക്ക് അവസരം വന്നതും ഒറ്റയ്ക്കൊരു കാമുകനിൽ നായികയായതും. ഒറ്റയ്ക്കൊരു കാമുകനിൽ അഭിനയിച്ച ശേഷം തമിഴ് സിനിമകളായ കന്നിരാസി, പിസ്ത, 1000 പോർക്കാസുകൾ തുടങ്ങിയ സിനിമകളിലും അരുന്ധതി നായർ അഭിനയിച്ചു. സിനിമയ്ക്ക് പുറമെ പത്മിനി, ഡോൺ തിങ് എന്നിങ്ങനെ 2 വെബ് സീരീസുകളിലും താരം അഭിനയിച്ചിരുന്നു. ഇതിനൊക്കെ പുറമെ മോഡലിംഗിലും സജീവമായിരുന്നു അരുന്ധതി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.